ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് കഴിഞ്ഞ വീഡിയോയില് ഇതിനു മുമ്പുള്ള നമ്മളെ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ പായത്തുനിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആ പണി കഴിയുന്ന ദിവസമാണ്, പണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ കണ്ടവർ ഞാൻ ഇപ്പോൾ ഏട്ടനെ ഒന്നിച്ച് വരുന്ന കാര്യമോ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്നാ അവിടെ പോയിട്ട് പണിയെടുക്കുന്നത്, നീ എന്ത് പണിയെടുക്കുക, നിങ്ങൾക്ക് ആ പണിയെല്ലാം അറിയോ എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് പണിയാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മളാ വർക്കും കാണിച്ചു തരാം, ഫിനിഷിങ്ങിലേക്കുള്ള വർക്കും, അതുപോലെ നമ്മളൊരു ഡേ തുടങ്ങുന്നത് മുതലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ രണ്ടാളും രാവിലെ എണീച്ച് ഞാൻ കറിക്കുള്ള വക നോക്കുന്നുണ്ട്. ഉള്ളി തക്കാളി എല്ലാം മുറിച്ചിട്ട് വച്ചു. ഞാൻ ഉച്ചക്കേക്കുള്ള ചോറും ഇതാ ചായൻ്റെ കടിയും ആക്കുന്നുണ്ട്. മീൻ രാവിലെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏട്ടനാണ് കേട്ടോ മീൻ കറീൻ്റെ ഇത് എപ്പോഴും ഏട്ടനാക്കൽ. അതിനിടയിൽ ഏട്ടൻ കഞ്ഞിക്കെല്ലാം കഴുകി ചോറും വാർത്ത് മക്കളെ എണീപ്പിച്ച് അവർക്കുള്ള ഫുഡെല്ലാം കൊടുത്തു. അവസാനം കിച്ചണും ക്ലീൻ ചെയ്ത് നേരെ സൈറ്റിലേക്ക് വച്ചു. നീ എൻ്റെ പേരും പണിക്ക് വരാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം എനക്ക് ആ പണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചില ഏട്ടന് വേറെ ഹെൽപ്പറൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ പണി ഇത് പഠിക്കുകയും ചെയ്യാം. അങ്ങനെ വിചാരിച്ചു. പിന്നെ എന്തായാലും നമ്മൾ വേറെ പുറത്തൊരു പണിയെടുക്കാന്ന് പിന്നെ വെച്ചാല് നമ്മൾ വേറെ ഏതെങ്കിലും ഷോപ്പിലോ അങ്ങനെ ആയിട്ടും പണിക്ക് പോയാല് ചിലപ്പോ ആടെയുള്ളവര് നമ്മളെ മുതലാളിയായിട്ടുള്ള ആൾ എങ്ങനത്തെ ആളാന്ന് അറിയില്ല. നമുക്ക് ചിലപ്പോൾ ഒരു സുഖമില്ലാണ്ടിരിക്കുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് നടക്കൂല. അവരെ സമ്മതം എടുക്കണം. ചിലപ്പോൾ ലീവ് ചോദിച്ചാൽ കിട്ടണമെന്നില്ല. ഇതാകുമ്പോൾ ലീവാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ലീവാക്കാം. നമ്മളെ സമയത്തിന് പോവാ. നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ, സമയത്തിന് വരാം. അതെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെയല്ലോ. അല്ല, നമുക്കിപ്പോൾ ഒരു കല്യാണം വീട്ടിലുള്ള അങ്ങനെ എന്തെങ്കിലും പോകണ്ടെങ്കിൽ നമ്മൾ വേറെ ആരും മുതലാളിനോട് ലീവ് ചോദിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ അറിയാത്ത ഒരാളെ കീഴിൽ പണിയെടുക്കുന്നതിനേക്കാളും ഏറ്റവും കംഫർട്ട് ഇതാണെന്ന് തോന്നി. അപ്പോൾ നമ്മളെ വർക്കെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫിനിഷിംഗ് ലുക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വീട്ടിലേക്ക് ആദ്യം കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നതാണ് ഈ ഒരു പാർട്ടീഷനും പിന്നെ ഈ വലിയൊരു TV യൂണിറ്റും. ഈ ഒരു ചുമര് ഫുള്ളായിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈ TV യൂണിറ്റിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു പൂജ യൂണിറ്റാണ്. ഇതിൻ്റെ ഡോറ് നമ്മൾ CNC കട്ടിങ്ങോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ TV യൂണിറ്റിലും പൂജ യൂണിറ്റിലും അതുപോലെ നമ്മളെ പാർട്ടീഷനിലും എല്ലാം ലൈറ്റും കാര്യങ്ങളെല്ലാം ഇനി വരാനുണ്ട് കേട്ടോ. അതെല്ലാം വന്നാൽ ഇത് വേറെ ലെവലിൽ. ഇത് വാഷേഴ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. വാഷേഴ്സ് വെച്ചിട്ടില്ല, നമ്മളെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഇതിൽ നമ്മൾ മൾട്ടിവുഡും മൈക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ കളറെല്ലാം ഇവരെന്നെ ഈ ഹൗസ് ഓണർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വരുന്നത് വർക്ക് ഏരിയ ആണ്. അതും ഇതേ കളറിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു പറകോള കേട്ടോ. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ അത് ചെയ്യാൻ കുറച്ച് പണിയെടുത്തിന്. എന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പുറത്തത് വലിയ പ്രശ്നമില്ലാണ്ട് ചെയ്തു, പക്ഷേ ഉള്ളിലെ വലിയ ബുദ്ധിമുട്ടേണ്ടി വന്ന് ഹൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഏണിയെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മളെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.